ഫ്രീ ഫയറിലേക്ക് ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് നമുക്കെല്ലാവർക്കും ഈ ജാക്കറ്റ് ലഭിക്കുന്നുണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും FFWS ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈവന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. നമ്മളെല്ലാവരും ആ ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പോകുന്നത് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും. ഈവന്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ടോപ്പിൽ കുറച്ച് നമ്പറുകൾ കാണാൻ സാധിക്കും. 400, 600, 900 ഇത് പോയിന്റ് ആണ്. നമ്മളെല്ലാവരും ഈ പോയിന്റ് കളക്ട് ചെയ്യണം. പോയിന്റ് എങ്ങനെ കളക്ട് ചെയ്യാം? നമുക്ക് ഇടതുഭാഗത്ത് ഒപ്റ്റൈൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. നമുക്കിവിടെ മിഷൻസ് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ മിഷൻസ് ഒക്കെ ആയിരിക്കും. നമ്മൾ ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുക നിരവധി ടോക്കൺസ് ആയിരിക്കും. നമുക്കെല്ലാവർക്കും ഇവിടെ വന്നിട്ട് നിരവധി ടോക്കൺസ് നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ 3 രീതിയിലുള്ള ഒരു ഐറ്റം കാണാൻ സാധിക്കും: ഈസി, നോർമൽ, ഹാർഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതൊരു ഗെയിമാണ്. നമുക്കിവിടെ ഈസി സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവൽ തിരഞ്ഞെടുക്കാം. നമ്മളിവിടെ ഈസിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കുറച്ച് എനിമീസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും വിചാരിക്കാം. ഹെഡ്, ചെസ്റ്റ്, ബോട്ടം ആണ് ഗൈസ് ഇത്. നമ്മളിവിടെ ഹെഡ് ഷോട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് ഡാമേജ് ലഭിക്കും. നമ്മളിവിടെ ബോഡിയിൽ നമ്മൾ ഷോട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡാമേജ് ലഭിക്കുകയുള്ളൂ. ഇത്രയും എനിമീസ് നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഹെഡ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുക. ഹെഡ് ഷോട്ട് അടിച്ചാൽ 5 പോയിന്റ്. പിന്നെ നമ്മൾ ബോഡിയിൽ വെടിക്കുകയാണെങ്കിൽ നമുക്ക് 3 പോയിന്റ്. പിന്നെ നമ്മളെല്ലാവരും കാലിൽ വെടിക്കുകയാണെങ്കിൽ ജസ്റ്റ് 1 പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ ജസ്റ്റ് ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കിന് അതായത് ഷൂട്ട് ആയിക്കോളും ഗൈസ്. നമുക്കിവിടെ മാക്സിമം എല്ലാ പ്ലേയേഴ്സിനും അതായത് എനിമീസിനൊക്കെ ചുമ്മാ നമ്മളെല്ലാവരും ഹെഡ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹെഡിൽ. സോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഗെയിം കളിക്കാം. അതായത് നമ്മൾ ഹാർഡിലെ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോയിന്റുകൾ ലഭിക്കും. നമുക്കിവിടെ 220 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഈ പോയിന്റിലൂടെ ആയിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഈ റിവാർഡ്സ് എല്ലാം ക്ലെയിം ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഈ ഗെയിം ഒരുപാട് കളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ടോപ്പിൽ കാണുന്ന എല്ലാ റിവാർഡ്സും ക്ലെയിം ചെയ്യാം സിമ്പിൾ ആയിട്ട്. സോ നമുക്കിനി എങ്ങനെയായിരിക്കും ഈ ജാക്കറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? അതിനുവേണ്ടി നമുക്കിവിടെ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആവും. നമുക്കിവിടെ ആദ്യത്തെ ഒരു റൂൾ കാണാൻ സാധിക്കും. അതായത് മിനിമം 10 ലെവൽ വേണം. ID 10 ലെവൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനായിരിക്കും ഈ ജാക്കറ്റ് ലഭിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും കയ്യിൽ 10 ലെവൽ കൂടുതലുള്ള അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊരു സീനല്ല. സൈനപ്പ് എന്ന ഭാഗം നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. സോ നമുക്ക് എല്ലാവർക്കും ഇവിടെ സൈനപ്പ് കൊടുക്കാം. നമുക്കിവിടെ സക്സസ്ഫുള്ളി പാർട്ടിസിപ്പേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഈ ഇവന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഫ്രീ ഫയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗീവ് അവേ ആണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാം. മെയ് 19, മെയ് 20 ആകുമ്പോഴേക്കും നമുക്കൊരു ലക്കി ഡ്രോ കാണാൻ സാധിക്കും. കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഈ ലക്കി ഡ്രോയിൽ വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വിജയിക്കുന്ന പ്ലേയേഴ്സിന് ഈ ഒരു ജാക്കറ്റ് ലഭിക്കുന്നുണ്ട്. മെയ് 22 മുതൽ മെയ് 24 വരെ വിന്നർ അനൗൺസ്മെന്റ് നടക്കും. അവിടെ നമുക്ക് നമ്മുടെ ഇൻബോക്സിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ജാക്കറ്റ് അല്ല ഫ്രണ്ട്സ് വരുന്നത്, നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഈ ജാക്കറ്റ് ലഭിക്കുക റിയൽ ലൈഫിലായിരിക്കും. നമുക്ക് ഗെയിമിൽ ലഭിക്കാൻ പോകുന്ന ജാക്കറ്റ് അല്ല ഫ്രണ്ട്സ്. ഇത് റിയൽ ലൈഫിൽ ലഭിക്കാൻ പോകുന്ന ജാക്കറ്റ് ആണ്. നമ്മളിവിടെ ലക്കി ഡ്രോയിലും വിന്നർ അനൗൺസ്മെന്റിലും വിജയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അഡ്രസ് കൊടുക്കാനുള്ള ഒരു ലിങ്ക് വന്നേക്കാം. ആ ഒരു ലിങ്കിൽ നമ്മുടെ അഡ്രസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിന്റെ അഡ്രസ്സിലോട്ട് നമുക്ക് എല്ലാവർക്കും ഈ ജാക്കറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ജാക്കറ്റ് നമുക്ക് വീട്ടിലോട്ട് വരുന്നതായിരിക്കും. 90 പ്ലേയേഴ്സിന് മാത്രമേ ഈ ഒരു ജാക്കറ്റ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ലക്ക് മാസമാണെങ്കിൽ നമുക്ക് ഈ ജാക്കറ്റ് ലഭിച്ചേക്കാം. ജസ്റ്റ് ട്രൈ ചെയ്ത് വെച്ചേക്കൂ. സോ ഇവനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.